ഹായ് ഫ്രണ്ട്സ്, യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന മലയാളിയായ നിമിഷ പ്രിയയുടെ എക്സിക്യൂഷനോട് യമനിയൻ സർക്കാർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കറന്റ്ലി ബ്ലഡ് മണി നെഗോസിയേഷൻ ആണ് ആ മരിച്ച വ്യക്തിയുടെ കുടുംബമായിട്ട് നടക്കുന്നത്. സത്യത്തിൽ എന്താണ് ഈ ബ്ലഡ് മണി നെഗോസിയേഷൻ? യമനിയൻ ലീഗൽ സിസ്റ്റത്തിൽ ബ്ലഡ് മണി നെഗോസിയേഷന്റെ ചരിത്രം എന്താണ്? നമ്മുടെ ഇന്ത്യൻ ലീഗൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പരിശോധിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വഴി രക്ഷപ്പെടാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂഷൻ ഹോൾഡ് ചെയ്തിട്ട് ഒരു നെഗോസിയേഷന് സാധ്യതയുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ബ്ലഡ് മണിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1400 വർഷത്തിലേറെ നമ്മൾ പിന്നിലോട്ട് പോകേണ്ടി വരും. യമനിൽ പണ്ട് ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾക്കിടയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഇതിനെ പിന്തുടർന്ന് വീണ്ടും യുദ്ധങ്ങൾ നടക്കും. സോ ഇതൊരു റിവെഞ്ചിന്റെ സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ബ്ലഡ് മണി എന്ന കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ കാലത്ത് ആദ്യകാലങ്ങളിൽ ഒരു മനുഷ്യജീവന്റെ വില 100 ഒട്ടകങ്ങളായിരുന്നു. നിങ്ങൾ ഒരു ജീവൻ എടുത്തിട്ടുണ്ടോ, 100 ഒട്ടകം നൽകിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ആ ഒരു കുറ്റത്തിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വിക്ടിമിന്റെ ഫാമിലി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അവരെത്രാണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ തയ്യാറാകണം. അത് മാത്രമല്ല അവരെ ഫോഴ്സ് ചെയ്യാനും സാധിക്കത്തില്ല. സോ ഇതാണ് ബ്ലഡ് മണി ഓർ ദിയ എന്ന് പറയുന്ന ഇസ്ലാമിക് നിയമം, ശരീഅത്ത് നിയമപ്രകാരമുള്ളതിന്റെ ഒരു ഹിസ്റ്ററി. ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ഈ ബ്ലഡ് മണി പോലൊരു കൺസെപ്റ്റ് ഉണ്ടോ? കൊലക്കുറ്റം ചെയ്തിട്ട് കോമ്പൻസേഷൻ കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വകുപ്പ്? സെക്ഷൻ 320 അല്ലെങ്കിൽ BNSS സെക്ഷൻ 359. ഇത് കൊലക്കുറ്റം ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കോമ്പൗണ്ട് ഒഫൻസ് എന്ന് പറയും. ഇത് മൈന്യൂട്ട് ചില ഒഫൻസുകൾ നമുക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ കോടതിയുടെ പെർമിഷനോട് കൂടി തന്നെ ചില കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം, റോങ്ഫുൾ റിസ്ട്രെയിൻമെന്റ്, ഹേർട്ട് ചെയ്യുന്നത്, ഒരാളെ നമ്മൾ തല്ലുന്നത്, ഒരാളെ നമ്മൾ അനധികൃതമായി തടഞ്ഞു വെക്കുന്നത്, തെഫ്റ്റ്, ചെറിയ ചെറിയ മോഷണങ്ങൾ, ഇതൊക്കെ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. നമുക്ക് കോടതിയുടെ പെർമിഷനോട് കൂടി തന്നെയോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് ആയിട്ടോ കോമ്പൻസേഷൻ കൊടുത്ത് വിക്ടിമിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ട്രയലിന് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൊലക്കുറ്റം പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ലീഗൽ സിസ്റ്റം പ്രകാരം നമുക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അത് സ്റ്റേറ്റ് സ്വമേധയാ കേസെടുക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. See you guys.